നിലമ്പൂരിലെ തെരഞ്ഞെടുപ്പ് ഫലം വിശകലനമാണ് നമ്മൾ തുടരുന്നത്. തീർച്ചയായും മാസങ്ങൾക്ക് അപ്പുറം നടക്കാനിരിക്കുന്ന തദ്ദേശ ഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് ഉള്ളതിനാൽ തന്നെ ഓരോ പഞ്ചായത്ത് തിരിച്ച് അല്ലെങ്കിൽ നിലമ്പൂർ നഗരസഭ തിരിച്ച് എങ്ങനെയാണ് ആർക്കാണ് മുൻതൂക്കം കിട്ടിയതെന്ന് വളരെ പ്രാധാന്യത്തോടെ രാഷ്ട്രീയ കക്ഷികളും വിലയിരുത്തുന്ന കാര്യമാണ്. നമുക്ക് നോക്കാം ഈ 25-ൽ തെരഞ്ഞെടുപ്പിൽ എങ്ങനെയാണ് പഞ്ചായത്ത് തിരിച്ച്, ഒപ്പം കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ 2021-ലെ തെരഞ്ഞെടുപ്പിലും എങ്ങനെയായിരുന്നു. എന്തായാലും റെഡ് ബ്ലൂ ഇതാണ് 2021-ലെ കണക്കാണ് ഈ കാണുന്നത്. നമ്മൾ കാരണം 2021-ലെ കണക്ക് നോക്കുമ്പോൾ നോക്കൂ, അവിടെ ഭൂരിപക്ഷം, അതായത് എൽ ഡി എഫിന്റെ മുന്നേറ്റവുമുണ്ട്, UDFന്റെ മുന്നേറ്റവും അവിടെ കാണാൻ കഴിയുന്നത് 2021-ലെ ആ ഒരു സാഹചര്യമാണ്. 21-ലെ പ്രധാനപ്പെട്ട പഞ്ചായത്തുകൾ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ പോത്തുകല്ലിൽ LDFന്റെ മുന്നേറ്റം വരുന്നു. അവിടെ വഴിക്കടവ് പ്രധാനപ്പെട്ട LDFന്റെ ഒരു പ്രധാനപ്പെട്ട ഒരു കേന്ദ്രമാണ്. അവിടെ 2021-ലേക്ക് ക്ലോസ് പോയി കഴിഞ്ഞാൽ കൂടുതൽ പ്രേക്ഷകർക്ക് വ്യക്തമാകും. 2021-ലേക്ക്, അതായത് രണ്ട് LDF ആകട്ടെ UDF ആകട്ടെ ഏകദേശം സമാസമം എന്ന നിലയ്ക്ക് നിന്നതായിരുന്നു. പോത്തുകല്ല് LDFനായിരുന്നു, വഴിക്കടവ് LDFനായിരുന്നു, അമരമ്പലം LDFനായിരുന്നു, നിലമ്പൂർ നഗരസഭ LDFനായിരുന്നു. അതേസമയം എടക്കരയിൽ UDF ആയിരുന്നു, ചുങ്കത്തറയിൽ UDF ആയിരുന്നു, കരുളായി ഇത്തവണ LDF ആണ് 200 വോട്ടിന്റെ ഭൂരിപക്ഷം നേടുന്നത്. പക്ഷേ കരുളായി കഴിഞ്ഞ തവണ UDF ആയിരുന്നു. അതായത് ഏകദേശം സമാസമം എന്ന നിലയ്ക്ക് കുറച്ചൊരു എഡ്ജ് കൂടുതൽ LDFന് എന്ന നിലയ്ക്കായിരുന്നു 2021 വോട്ടുകൾ ഉള്ള പരമ്പരാഗതമായിട്ടുള്ള വോട്ടുകളൊക്കെ തന്നെ LDFന് അവിടെ ഉണ്ടായിരുന്നതാണ്. പക്ഷേ ഇപ്പോൾ 2025-ലെ തെരഞ്ഞെടുപ്പ് നോക്കൂ, എല്ലാ കരുളായി ഒഴിച്ച് ബാക്കിയുള്ള 6 പഞ്ചായത്തിലും ഒരു മുനിസിപ്പാലിറ്റിയും, നിലമ്പൂർ മുനിസിപ്പാലിറ്റിയും, അവിടെയൊക്കെ തന്നെ തേരോട്ടമാണ് UDFന് നടന്നിരിക്കുന്നത്. അവിടെ ആര്യാടൻ ഷൗക്കത്തിനെ സംബന്ധിച്ചോളം, അതായത് അടിത്തറയ്ക്ക് കുലുക്കം തട്ടുക എന്നുള്ളതാണ്. കാരണം പോത്തുകല്ല് ഉൾപ്പെടെ എന്ന് പറഞ്ഞാൽ പോത്തുകല്ല് അവിടെ നമ്മുടെ സ്വരാജിന്റെ തട്ടകമാണ്, സ്വരാജിന്റെ ജന്മസ്ഥലമാണ്. ആ ബൂത്തിൽ പോലും സ്വരാജിന് അവിടേക്ക് പിന്നോക്കം പോയി വന്ന ഒരു സ്ഥലമാണ്. ആ പഞ്ചായത്തിൽ ഉൾപ്പെടെയാണ് UDFന്റെ തേരോട്ടം സംഭവിച്ചിരിക്കുന്നത്. അതിന്റെ കണക്കാണ് നമ്മൾ 2021-ലും 2025-ലേക്കും എത്തുമ്പോഴുള്ള ഈ കണക്ക്. അതായത് ഈ മാപ്പ്, നീലക്കളർ കൂടുതലുള്ള മാപ്പ് സ്വാഭാവികമായിട്ടും 2025-ലെ ഈ മാപ്പ് UDFനെ സംബന്ധിച്ച് വരാൻ പോകുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ആത്മവിശ്വാസം നൽകുന്നതാണ്. അതേസമയം മറുഭാഗത്ത് LDFന് കൂടുതൽ തിരുത്തലുകൾ വരുത്തണം എന്ന ഒരു ഓർമ്മപ്പെടുത്തൽ. തീർച്ചയായും അതാണ് ഈ നിലമ്പൂർ മുനിസിപ്പാലിറ്റിയെ സംബന്ധിച്ചോളം ഒക്കെ വളരെ പ്രധാനപ്പെട്ട ചില പ്രശ്നങ്ങൾ. നേരത്തെ അമൽ പറഞ്ഞതുപോലെ അവിടെ ഉണ്ട് സ്ഥായിയായിട്ടുള്ള ചില പ്രശ്നങ്ങൾ. അപ്പോൾ അൻവറിനെ സംബന്ധിച്ചോളം അൻവറിനെ ക്ലെയിം ചെയ്യാവുന്ന രീതിയിലുള്ള ചില ഇടപെടലുകൾ നടത്താം. അതിനിപ്പോൾ UDFന്റെ മുന്നിൽ വാതിലിനായി അങ്ങനെ കാത്തു നിൽക്കുകയാണ്. അവർക്ക് ഏതെങ്കിലും രീതിയിലൊരു സ്ട്രാറ്റജിക്കൽ ഒരു തീരുമാനം എടുത്തു കഴിഞ്ഞാൽ അൻവറിനെ സംബന്ധിച്ചോ അൻവറിനോട് ചേർത്തെടുത്തു കഴിഞ്ഞാൽ ഒരു മാറ്റം എന്തായാലും പ്രദേശ തെരഞ്ഞെടുപ്പിൽ കാണാൻ സാധിക്കുമെന്നാണ് നമ്മൾ ഈ കണക്കുകൾ രണ്ട് വേരിയേഷനും കൂടി മനസ്സിലാക്കുമ്പോൾ ഏകദേശം ഉറപ്പിക്കുക.